ഹായ് സ്റ്റുഡൻസ്, നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ മെട്രിക്സിന്റെ ഓപ്പറേഷൻസ് പറഞ്ഞു. അവിടെ നമ്മൾ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്, അതായത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അഡിഷൻ അതുപോലെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ സബ്ട്രാക്ഷൻ ഒക്കെ നമുക്ക് മെട്രിക്സിനകത്ത് കുറച്ച് ഈസി ആയിട്ടുള്ള സെക്ഷൻ ആയിരുന്നു, വളരെ എളുപ്പമുള്ള ഭാഗങ്ങളായിരുന്നു. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ നമ്മൾ നോർമൽ വേസിലല്ല ചെയ്യുന്നത്, നമ്മൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയൊന്നും അല്ല ചെയ്യുന്നത്. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ അതിന് മുൻപായിട്ട് അറിയേണ്ട ഒരു കാര്യം, രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്യുന്നതിനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്യുന്നതിന് ആ മെട്രിക്സുകളുടെ ഓർഡർ സെയിം ആയാൽ മതിയായിരുന്നു. അപ്പൊ എന്തായിരുന്നു? രണ്ട് മെട്രിക്സുകളുടെ അഡിഷൻ പോസിബിൾ ആകണമെങ്കിൽ അവയുടെ ഓർഡർ സെയിം ആകണമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2/3 ഓർഡർ ഉള്ള മെട്രിക്സും മറ്റൊരു 2/3 ഓർഡർ ഉള്ള മെട്രിക്സും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഓർഡർ ഉള്ള രണ്ട് മെട്രിക്സുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഈ ഓർഡറുള്ള രണ്ട് മെട്രിക്സുകൾ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഒരേ ഓർഡറുള്ള മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. ചില കേസുകൾ, വളരെ റയർ ആയിട്ട്, അതൊരു പർട്ടിക്കുലർ കേസാണ്, അവിടെ ചിലപ്പോൾ നടക്കും, പക്ഷേ നിർബന്ധമില്ല. അതായത് ഒരേ ഓർഡറുള്ള മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. എന്നാൽ അഡിഷന്റെ കേസിലാണെങ്കിലോ ഒരേ ഓർഡറുള്ള മെട്രിക്സുകളെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന കാര്യം അത് തന്നെയാണ്. രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഫസ്റ്റ് കണ്ടീഷൻ എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. അവിടെ ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പോ ഞാൻ എ ബി രണ്ട് മെട്രിക്സുകൾ, എ ബി എന്ന് പറയുന്ന രണ്ട് മെട്രിക്സുകൾ, ഈ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ, അതായത് എ ബി പോസിബിൾ ആകണമെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഈ മെട്രിക്സുകൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഇതാണ്: നമ്പർ ഓഫ് columns of A equal to number of rows of B. എയുടെ നമ്പർ ഓഫ് കോളം ബിയുടെ നമ്പർ ഓഫ് റോസിന് ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഈ മെട്രിക്സുകൾ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കൂ. അതെന്തുകൊണ്ടാണെന്ന് ആ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് നടത്തുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമാവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുമ്പോഴേ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആകത്തുള്ളൂ എന്ന് പറയാനുള്ള കാര്യം. ഞാൻ പറഞ്ഞു, ഒരേ ഓർഡറുള്ള മെട്രിക്സുകൾ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല, ചില കേസുകളിൽ പറ്റുന്നുണ്ട്. പക്ഷെ എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരു കാര്യം, മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആകണമോ, നമ്പർ ഓഫ് കോളംസ് ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ബി ആയിരിക്കണം. കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ഇങ്ങനെയാണ്: ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളം രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസിന് ഈക്വൽ ആയിരിക്കണം. ആദ്യത്തെ മെട്രിക്സുകളുടെ കോളത്തിന്റെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിന്റെ റോകളുടെ എണ്ണവും ഈക്വൽ ആണെങ്കിൽ മാത്രമേ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആകത്തുള്ളൂ. ഉദാഹരണത്തിന് ഒരു 2/3 മെട്രിക്സും ഒരു 3/4 മെട്രിക്സും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. കാര്യം ഇവിടത്തെ എന്ത് ചെയ്യുന്നുണ്ട്? കോളത്തിന്റെ എണ്ണം. ഇപ്പൊ നമ്മൾ ഓർഡർ പറയുമ്പോൾ രണ്ടാമതല്ലേ കോളത്തിന്റെ എണ്ണം പറയുന്നത്, ആദ്യം റോയുടെ എണ്ണം അല്ലയോ? അപ്പൊ ഫസ്റ്റിന്റെ എന്ത് ചെയ്യുന്നുണ്ട്? കോളത്തിന്റെ എണ്ണം സെക്കൻഡിന്റെ റോയുടെ എണ്ണത്തിന് എന്ത് ചെയ്യണം? ഈക്വൽ ആകണം. ഇപ്പൊ എയുടെ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ ഇതും ബിയുടെ ഓർഡർ എന്ത് ചെയ്യുന്നുണ്ട്? ഇതുമാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എ ബി ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു കാര്യം ചോദിക്കാം, അപ്പൊ അങ്ങനെയാണെങ്കിൽ ബി എ എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുമോ? ബി എ എന്ന് പറഞ്ഞാൽ ആദ്യം ബിയുടെ ഓർഡർ ഏതാ? 3/4, രണ്ടാമത്തത് 2/3. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ? നോക്കിയേ, ആദ്യത്തെ മെട്രിക്സിന് ബി ആണ്, ബിയുടെ നമ്പർ ഓഫ് കോളം അത് 4 ആണ്, എയുടെ നമ്പർ ഓഫ് റോസ് അതെന്ന് പറയുന്നത് ഏതാ? 2 ആണ്. ഈക്വൽ ആണോ? അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ നടക്കത്തില്ല. നോക്കി ആ ഒരു വ്യത്യാസം നോക്കി. സാധാരണ നമ്പർ സിസ്റ്റത്തിൽ എ ഇൻറ്റു ബി എന്ന് പറയുന്നത് ബി ഇൻറ്റു എക്ക് ഈക്വൽ ആണ്. എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എയും എന്താണ്? ഈക്വൽ ആണ്. എന്നാൽ മെട്രിക്സിന്റെ കേസിൽ എ ബി ചെയ്യാൻ പറ്റിയ
ബി എ ചെയ്യാൻ പറ്റണമെന്ന് പോലും ഇല്ല. പിന്നാണ് ഈക്വലിന്റെ കാര്യം നമ്മൾ നോക്കുന്നത്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എ ബി ഇവിടെ ഇപ്പം നമുക്ക് എ ഇൻറ്റു ബി ചെയ്യാമെങ്കിൽ ബി ഇൻറ്റു എയും ചെയ്യാം, അത് രണ്ടും ഈക്വലും ആയിരിക്കും. പക്ഷെ മെട്രിക്സിന്റെ കേസിൽ എ ഇൻറ്റു ബി ചെയ്യാൻ പറ്റും, പക്ഷെ ബി ഇൻറ്റു എ എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റണമെന്നില്ല. അത് ഒട്ടുമിക്ക കേസുകളിൽ സാധാരണ അങ്ങനെ പറ്റാറില്ല. അപ്പൊ അങ്ങനെ പറ്റുന്ന ചില കേസുകൾ വരുന്നുണ്ട്, റെയർ കേസ്, എല്ലാവർക്കും സ്പെഷ്യൽ കേസുകൾ വരുന്നുണ്ട്, അതുവരെ കാര്യം. അപ്പം എ ബി ചെയ്യാൻ നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും പറയുന്നത് എ ബി ചെയ്യാൻ പറ്റിയത് കൊണ്ട് ബി എ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ പിന്നെ ഈക്വൽ ആണോ ചെക്ക് ചെയ്യാൻ പോലും നമുക്ക് അറിയാൻ, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല. കാര്യം എ ബി ചെയ്തു, പക്ഷെ ബി എ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ കേസിൽ ചെയ്യാൻ പറ്റുന്നില്ല. ബി എ കിട്ടിയിട്ടല്ല നമുക്ക് അത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനെങ്കിലും പറ്റത്തുള്ളൂ. അപ്പൊ ബി എ എന്ന് പറഞ്ഞൊരു മെട്രിക്സേ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണ് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ഇത് നോക്കി, ഇവിടെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് ഞാൻ എക്സ്ട്രാ എടുക്കുന്നുണ്ട്, എങ്കിലും നോക്കി എ ബി ബി എ ഏതാ പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ ഏത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യത്തില്ല, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ മൾട്ടിപ്ലിക്കേഷനിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. എന്താ പറഞ്ഞത്, രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഇങ്ങനെ തന്നെ പഠിക്കുക. ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസിന് ഈക്വൽ ആകണം. അങ്ങനെയെങ്കിൽ മാത്രമേ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആകത്തുള്ളൂ. അപ്പൊ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ബേസിക് കണ്ടീഷൻ ആണ് പറഞ്ഞത്. ഇനി എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളത് നോക്കുക, ശ്രദ്ധിക്കാം. ഇപ്പോ ഞാൻ രണ്ട് മെട്രിക്സുകൾ ഞാൻ എക്സാമ്പിൾ ഇട്ട് പറയാം, അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമാവുന്നത്. ഞാൻ രണ്ട് മെട്രിക്സുകൾ എഴുതാണ്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 2 3 5 1 0 2, ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. ബി എന്ന് പറയുന്ന മറ്റൊരു മെട്രിക്സ് 5 3 1 -1 0 4 0 2 6. കുറച്ച് അടുത്ത എഴുതിയത് നോക്കി, ഞാൻ വെറുതെ കുറെ നമ്പേഴ്സ് എഴുതി എന്നുള്ളതേ ഉള്ളൂ, വെറുതെ രണ്ട് മെട്രിക്സ് എഴുതി. ഇപ്പൊ നോക്കിയേ, ഈ ഫസ്റ്റ് മെട്രിക്സിന്റെ ഓർഡർ എന്താണ്, ഇവിടെ 2 റോസും 3 കോളംസും ആണ് അല്ലെ. അപ്പൊ 2/3 അല്ലേ ഇവിടുത്തെ ഓർഡർ. ഇവിടെ ആണെങ്കിലോ ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്, ഓർഡർ 3 ആയിട്ടുള്ള സ്ക്വയർ മെട്രിക്സ്, 3/3 ഓർഡറുള്ള മെട്രിക്സ്. ഓക്കെ, ഇവിടെ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആകുമോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. നോക്കുക, ആദ്യത്തെ നമ്പർ ഓഫ് കോളം എന്ന് പറയുമ്പോൾ എത്രയാണ്, 3 കോളം അല്ലേ. രണ്ടാമത്തെ നമ്പർ ഓഫ് റോസിന് 3 അല്ലെ, രണ്ടിടത്തും അത് ഈക്വൽ ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, പോസിബിൾ ആകും. ഓക്കെ, ഞാൻ ഇതിന് മുൻപായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നോക്കി, നമ്മൾ ജനറൽ ആയിട്ട് എങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഒരു മെട്രിക്സ് അതിന്റെ ഓർഡർ m/p-യും മറ്റൊരു മെട്രിക്സിന്റെ ഓർഡർ p/n ആണെങ്കിൽ എയുടെ ഓർഡർ m/p, ബിയുടെ ഓർഡർ p/n, ഇങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ് അല്ലെ. അപ്പോ കിട്ടുന്നത് നമുക്ക് ഈ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത ഒരു നമ്പർ ആയിരുന്നു കിട്ടുന്നത്. അപ്പൊ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്, മറ്റൊരു മെട്രിക്സ് ആണ് കിട്ടുന്നത്. അപ്പം m/p-യും p/n മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഓർഡറുള്ള മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നതിന് കാരണം ഇവിടുത്തെ കോളവും ഇവിടുത്തെ റോയും ഈക്വൽ ആണ്, അതുകൊണ്ടാണ്. അപ്പോൾ കിട്ടുന്ന പുതിയ മെട്രിക്സിന്റെ ഓർഡർ എന്താണെന്ന് ചോദിച്ചാൽ എ ബി ആണ് ചെയ്യുന്നത്. എ ബി ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയ മെട്രിക്സിന്റെ ഓർഡർ വെച്ചാൽ നിങ്ങൾ ഇതങ്ങ് ഒഴിവാക്കുക. ബാക്കി വരുന്ന ഓർഡർ എന്ന് പറയുന്നത് ഏതാണ്, m/n ഓർഡർ മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ നോക്കിയേ, ഒരു m/p-യും ഒരു p/n ഓർഡർ മെട്രിക്സോടെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന പുതിയ മെട്രിക്സ് മറ്റൊരു മെട്രിക്സ് ആണ് കിട്ടുന്നത്. ആ മെട്രിക്സിന്റെ ഓർഡർ m/n ആയിരിക്കും. പക്ഷെ മൾട്ടിപ്ലൈ ചെയ്ത മെട്രിക്സിന്റെ ഓർഡർ ഒന്നും ആവണമെന്നില്ല, വേറെ ഏതെങ്കിലും ഒരു ഓർഡർ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. ആ ഓർഡറിന് പ്രത്യേകത എന്തുവാ, അതിന്റെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് എയുടെ നമ്പർ ഓഫ് റോസിന് ഈക്വൽ ആയിരിക്കും. അതിന്റെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് ബിയുടെ നമ്പർ ഓഫ് കോളത്തിന് ഈക്വൽ ആയിരിക്കും. ഇത്രയും കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇനി മൾട്ടിപ്ലിക്കേഷനിലേക്ക് കടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു. മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടോ, ആദ്യത്തെ കോളം രണ്ടാമത്തെ റോസും നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കണം. കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ ഞാൻ പറഞ്ഞു, നമുക്ക് കിട്ടുന്ന അതേ ഓർഡർ ആണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു m/p ഒരു p/n മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് m/n, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 10/3-യും ഒരു 3/5 ഓർഡർ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണം. കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 10/5 ഓർഡർ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ ആണല്ലോ, ഈ ഓർഡറും അല്ല ഈ ഓർഡറും അല്ല, വേറെ ഓർഡർ. ചിലപ്പോൾ നമുക്ക് അതിനകത്തെ ഓർഡർ തന്നെ ചിലപ്പോൾ കിട്ടിയെന്നും വരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്ന ഈ മെട്രിക്സിന്റെ ഓർഡറും ചെക്ക് ചെയ്ത് നോക്കി. ഒരു 2/3 3/3 അല്ലെ,
2/3 ഓർഡറും ഒരു 3/3 ഓർഡറും എന്ത് കിട്ടും? 2/3 ഓർഡർ ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഓക്കെ, ആദ്യത്തെ ഓർഡർ ആണ്. പക്ഷെ എല്ലായ്പ്പോഴും ആദ്യത്തെ ഓർഡറോ രണ്ടാമത്തെ ഓർഡറോ അങ്ങനൊന്നും അല്ല. ഇവിടെ നമുക്ക് അങ്ങനെ വന്നതാണ് ശരിക്കും. ആ നടുക്കത്തേത് ക്യാൻസൽ ചെയ്ത് ഓക്കെ 2/3 ഓർഡർ മെട്രിക്സ് നമുക്ക് എന്ത് കിട്ടും? റിസൾട്ട് ആയിട്ട് കിട്ടും. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? അതിനാണ് ഇമ്പോർട്ടന്റ്. അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ നമ്മൾ AB ചെയ്യാൻ പോവാണേ. AB എനിക്ക് ഫസ്റ്റ് മെട്രിക്സ് എഴുതി. ഏതായിരുന്നു? 2 3 5 1 0 2. ഓക്കെ ആണല്ലോ. ബി എന്ന് പറയുന്ന മെട്രിക്സ് 5 3 1 -1 0 4. അടുത്തത് 0 2 6. നമ്മളെ മൾട്ടിപ്ലൈ ചെയ്ത രീതിയിൽ എഴുതി. ഇനി എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്? നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ മെട്രിക്സിന്റെ റോ കൊണ്ട് രണ്ടാമത്തെ മെട്രിക്സിലെ കോളങ്ങളെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എങ്ങനെയാണ്? ഫസ്റ്റ് മെട്രിക്സിലെ റോ കൊണ്ട് സെക്കൻഡ് മെട്രിക്സിലെ കോളങ്ങളെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, ഇവിടുത്തെ ഫസ്റ്റ് റോ കൊണ്ട് ആദ്യം ഫസ്റ്റ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് ജനറലൈസ് വേണമെങ്കിൽ മെട്രിക്സിന്റെ ടൈമിൽ AIJ BIJ എന്നൊക്കെ എടുത്തു വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനേക്കാൾ നിങ്ങൾക്ക് നോർമൽ അല്ലാതെ സാധാരണ രീതിയിൽ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഞാൻ നോർമൽ സാധാരണ രീതിയിൽ തന്നെ പറയാണ്. ആദ്യത്തേതിന്റെ റോ കൊണ്ട് ഫസ്റ്റിലത്തെ ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് മെട്രിക്സിലെ എല്ലാ കോളത്തെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തെ, സെക്കൻഡ് കോളത്തെ, തേർഡ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്ത് എങ്ങനെയാണ് മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യണം. വെച്ചാൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റും ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എലമെന്റും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റും ഫസ്റ്റ് കോളത്തിലെ സെക്കൻഡ് എലമെന്റും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് റോയിലെ തേർഡ് എലമെന്റും ഫസ്റ്റ് കോളത്തിലെ തേർഡ് എലമെന്റും മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ഈ മൾട്ടിപ്ലിക്കേഷൻ എല്ലാം കൂടെ, ആ കിട്ടുന്ന റിസൾട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ വാല്യൂ അല്ലേ കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളോടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എലമെന്റ് കിട്ടുന്നത്. അപ്പൊ കിട്ടുന്ന നമ്മുടെ റിസൾട്ടന്റ് മെട്രിക്സിലെ ഒറ്റ എലമെന്റേ അന്നേരം കിട്ടത്തുള്ളൂ. മനസ്സിലായിക്കോണം. അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതായത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് A11 എലമെന്റ് ആണ്. ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ സം എടുത്ത് എഴുതുമ്പോൾ നമുക്ക് ഒരു എലമെന്റ് കിട്ടും A11. ഫസ്റ്റ് റോയെ സെക്കൻഡ് കോളം കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിലോ, അപ്പൊ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, അപ്പൊ നമ്മുടെ ആൻസർ മെട്രിക്സിലെ A12 എലമെന്റ് ആണ് കിട്ടുന്നത്. അപ്പൊ നോക്കുക, ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിലെ കറസ്പോണ്ടിങ് എലമെന്റ്സ്. ഇപ്പൊ ഇവിടെ ഒന്നാമത്തെ, ഇവിടുത്തെ 2, കോളത്തിലെ 2, റോയിലെ 3, കോളത്തിലെ 3, ഇങ്ങനെയാ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഇവിടുത്തെ കോളത്തിന്റെ എണ്ണവും അല്ലെങ്കിൽ ആദ്യത്തിലെ കോളത്തിന്റെ എണ്ണവും രണ്ടാമത്തിലെ റോസിന്റെ എണ്ണവും ഈക്വൽ ആവുന്നതെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഈ റോ കൊണ്ട് ഫസ്റ്റിലെ റോ കൊണ്ടല്ലേ സെക്കൻഡിലെ കോളത്തിലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആദ്യത്തേതിലെ റോയിലുള്ള എലമെന്റ്സിന്റെ എണ്ണം അപ്പൊ ഇവിടുത്തെ കോളത്തിലുള്ള എലമെന്റ്സിന്റെ എണ്ണത്തിന് ഈക്വൽ ആയെങ്കിൽ മാത്രമല്ല കറസ്പോണ്ടിങ് മൾട്ടിപ്ലിക്കേഷൻ നടക്കത്തുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ ഒരു 3 എലമെന്റ്സ് ഉണ്ട്, ഇങ്ങോട്ട് 2 എലമെന്റേ ഉള്ളെങ്കിൽ കറസ്പോണ്ട് എല്ലാ മൾട്ടിപ്ലിക്കേഷൻ നടക്കുമോ? ഫസ്റ്റ് കൊണ്ട് ഫസ്റ്റ് ചെയ്തു, സെക്കൻഡ് കൊണ്ട് സെക്കൻഡ് ചെയ്തു, തേർഡ് കൊണ്ട് ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ ഒന്നുമില്ല. ഇനി അല്ല, ഇവിടെ ഒരു റോയും കൂടെ വന്നിരിക്കട്ടെ, ഫസ്റ്റ് ചെയ്തു, സെക്കൻഡ് ചെയ്തു, തേർഡ് ചെയ്തു, പിന്നെ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഒരെണ്ണം കിടക്കുക, പിന്നെ ആ കോളത്തിനകത്ത് ഒരു എലമെന്റ് കൂടെ കിടക്കുക. അപ്പൊ അവിടെയും കറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുമോ? ഇല്ല. അപ്പൊ അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ ഒരു ആദ്യത്തെ മെട്രിക്സിലെ എന്ത് ചെയ്യുന്നുണ്ട്, റോയിലുള്ള എലമെന്റ്സിന്റെ എണ്ണം രണ്ടാമത്തെ മെട്രിക്സിലെ കോളത്തിലുള്ള എലമെന്റ്സിന്റെ എണ്ണത്തിന് ഈക്വൽ ആയിരിക്കണം. ഇവിടുത്തെ റോയിലെ എലമെന്റ്സിന്റെ എണ്ണം ഇവിടുത്തെ കോളത്തിലെ എലമെന്റ്സിന്റെ എണ്ണത്തിന് ഈക്വൽ ആയിരിക്കണം. പറയുന്ന കാര്യം കൺഫ്യൂഷൻ ഉണ്ടാകാതെ ശ്രദ്ധിച്ചിരിക്കണം. ഇവിടുത്തെ റോയിലെ എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിലെ റോയിലെ എലമെന്റ്സിന്റെ എണ്ണം എന്തിന് ഈക്വൽ ആണെന്ന് മെട്രിക്സിന്റെ ആദ്യ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. മെട്രിക്സിലെ റോയിലെ എലമെന്റ്സിന്റെ എണ്ണം അത് എന്തിന് ഈക്വല? അവിടുത്തെ കോളത്തിന്റെ എണ്ണം അല്ലേ. നോക്കിയേ, ഈ റോയില് 3 എലമെന്റ്സ് ഉണ്ട് എന്ന് പറയാൻ എത്ര കോളം ഉണ്ട്? 3 കോളം ഉണ്ട്. ഇനി നോക്കിയേ, കോളത്തിലെ എലമെന്റ്സിന്റെ എണ്ണം എന്തിന് ഈക്വല? റോയിലെ എലമെന്റ്സ് റോകളുടെ എണ്ണത്തിന് ഈക്വൽ ആണ്. നോക്കി, അപ്പൊ ഇവിടെ നോക്കി, പറഞ്ഞ കാര്യം കൺഫ്യൂഷൻ ആകരുത്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. എന്താ പറഞ്ഞേക്കുന്നത്? മെട്രിക്സിലെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ വേണമെന്നാ പറഞ്ഞേക്കുന്നത്? ആദ്യത്തേതിന്റെ നമ്പർ ഓഫ് കോളം രണ്ടാമത്തേതിന്റെ നമ്പർ ഓഫ് റോസിന് ഈക്വൽ ആവണമെന്നാ പറഞ്ഞേക്കുന്നത്. അങ്ങനെ വരണമെങ്കിൽ, അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ വരണം എന്ന് പറയാനുള്ള കാരണം പറയുന്നത്, കറസ്പോണ്ടിങ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആകണമെങ്കിൽ റോയിലെ എലമെന്റ്സിന്റെ എണ്ണം കോളത്തിലെ എലമെന്റ്സിന്റെ എണ്ണത്തിന് ഈക്വൽ ആയിരിക്കണം. ആദ്യത്തേതിന്റെ റോയിലെ എലമെന്റ്സിന്റെ എണ്ണം രണ്ടാമത്തെ മെട്രിക്സിലെ കോളത്തിലെ എലമെന്റ്സിന്റെ എണ്ണത്തിന് ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റിലെ റോയിലെ എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ
ഇവിടുത്തെ നമ്പർ ഓഫ് കോളം ആണ്. അങ്ങോട്ടും ഇങ്ങോട്ട് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ഇവിടുത്തെ റോയിലെ എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളം ആണ്. ഇവിടുത്തെ കോളത്തിലെ എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്പർ ഓഫ് റോസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഫസ്റ്റിലെ നമ്പർ ഓഫ് കോളംസ് സെക്കൻഡിലെ നമ്പർ ഓഫ് റോസിന് ഈക്വൽ ആയിരിക്കണം. നിങ്ങൾ ആ കണ്ടീഷൻ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾ ചിന്തിച്ചാൽ മതി. ബേസിക് ആയിട്ട് നിങ്ങൾ ഇത്രയും അറിഞ്ഞാൽ മതി. ഞാൻ എന്റെ പ്രകാരമുള്ള ഒരു തിയറിയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവണമെങ്കിൽ ഒറ്റ കാര്യം നോക്കിയാൽ മതി. എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യത്തെ മെട്രിക്സിലെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറഞ്ഞാൽ ഓർഡർ എഴുതുമ്പോൾ രണ്ടാമത്തെ നമ്പർ, രണ്ടാമത്തെ മെട്രിക്സിലെ നമ്പർ ഓഫ് റോസിന് എന്ന് പറഞ്ഞാൽ ഓർഡർ എഴുതുമ്പോൾ ആദ്യത്തെ നമ്പറിന് ഈക്വൽ ആവണം. അത്ര ഈക്വൽ ആയി കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. ഓക്കെ ആണല്ലോ. ഇനി നോക്കുക നമ്മൾ പറഞ്ഞ രീതിയിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞെന്തുവാ, ഫസ്റ്റ് റോ കൊണ്ട് എല്ലാ കോളത്തെയും മൾട്ടിപ്ലൈ ചെയ്ത്, ഫസ്റ്റ് റോ കൊണ്ടാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആ എലമെന്റ്സ് എല്ലാം ഫസ്റ്റ് റോയിൽ തന്നെ വരും. സെക്കൻഡ് റോ കൊണ്ടാ മൾട്ടിപ്ലൈ എങ്കിൽ സെക്കൻഡ് റോയിൽ തന്നെ വരും. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് കോളത്തെ ആണെങ്കിൽ ഫസ്റ്റ് കോളത്തിലാണ് റിസൾട്ട് വരുന്നത്, സെക്കൻഡ് കോളത്തെ ആണെങ്കിൽ സെക്കൻഡ് കോളത്തിൽ, തേർഡ് കോളത്തെ ആണെങ്കിൽ തേർഡ് കോളത്തിൽ. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാവും. അപ്പൊ നോക്കാം, കറസ്പോണ്ടിങ് എലമെന്റ്സ് ആണേ. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത് നോക്കിക്കോളൂ. 2 into ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് 5 പ്ലസ് 3 into -1 പ്ലസ് 5 into 0. നോക്കി, ഇവിടുത്തെ ഫസ്റ്റ്, റോയിലെ സെക്കൻഡ്, കോളത്തിലെ സെക്കൻഡ്, റോയിലെ തേർഡ്, കോളത്തിലെ തേർഡ്, മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് വെച്ചേക്കുവാണേ. അപ്പൊ ഇതുവരെ എലമെന്റ് കിട്ടും, അതവിടെ നിന്നു. അതാണ് A11 എലമെന്റ്. ഇനി ഇതേ ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. അപ്പൊ 2 into 3 പ്ലസ് 3 into 0 പ്ലസ് 5 into 2. ഓക്കെ ആണല്ലോ. അടുത്ത എലമെന്റ് A12 എലമെന്റ് ആയി. ഇനി ഇതേ ഫസ്റ്റ് റോ കൊണ്ട് തേർഡ് കോളത്തെ അപ്പൊ എങ്ങനെ എഴുതും, 2 into 1 പ്ലസ് 3 into 4 പ്ലസ് 5 into 6. ഓക്കെ ആണോ. അപ്പൊ ഫസ്റ്റ് റോ കൊണ്ട് 3 കോളത്തെ മൾട്ടിപ്ലൈ ചെയ്ത്, ഇനി മറ്റൊരു കോളം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, അതിനെയും മൾട്ടിപ്ലൈ ചെയ്തേനെയുമായിരുന്നു. അപ്പൊ ഫസ്റ്റ് റോ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ എല്ലാം കഴിഞ്ഞേ. ഇനി സെക്കൻഡ് റോ കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തെ, അപ്പൊ അതെല്ലാം സെക്കൻഡ് റോയിൽ വേണം എഴുതാൻ. 1 into 5 പ്ലസ് 0 into -1 പ്ലസ് 2 into 0. A21 എലമെന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇനി സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തെ, അത് A22 എലമെന്റ് ആയിട്ട് വരും. 1 into അവിടെയും കറസ്പോണ്ടിങ് എലമെന്റ്സ് ആണ്. ഇവിടുത്തെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ്, കോളത്തിലെ ഫസ്റ്റ്, റോയിലെ സെക്കൻഡ്, കോളത്തിലെ സെക്കൻഡ്, റോയിലെ തേർഡ്, കോളത്തിലെ തേർഡ്, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോ 1 into 3 പ്ലസ് 0 into 0 പ്ലസ് 2 into 2. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇതേ സെക്കൻഡ് റോ ഉണ്ട് തേർഡ് കോളത്തെ, 1 into 1 പ്ലസ് 0 into 4 പ്ലസ് 2 into 6. ഓക്കെ, ഇനി ഒരു റോ എടുക്കാനുണ്ടോ? ഇല്ല. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഫസ്റ്റ് റോ കൊണ്ടും സെക്കൻഡ് റോ കൊണ്ടും എല്ലാ കോളത്തെയും മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി അത് ഒന്ന് ആഡ് ചെയ്ത് എത്ര കിട്ടും, 10 - 3 പ്ലസ് 0. ഇവിടെ ആണെങ്കിലോ 6 പ്ലസ് 0 പ്ലസ് 10. ഇവിടെ ആണെങ്കിൽ 2 പ്ലസ് 12 പ്ലസ് 30. ഇവിടെ 5 പ്ലസ് 0 plus 0, then 3 plus 0 plus 4, then 1 plus 0 plus 12. ഓക്കെ ആണോ? ഇനി എഴുതുന്നു, എത്ര കിട്ടും, 10 - 3 7, 16, then 44, 5, 7, then 13, 5, 7, 13. ഓക്കെ ആണല്ലോ. അപ്പോ എ ബിയുടെ ആൻസർ നമുക്ക് കിട്ടി. നോക്കി, കിട്ടിയ മെട്രിക്സിന്റെ ഓർഡർ നോക്കി, 2/3 അല്ലേ? നമ്മൾ പറഞ്ഞ പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 2/3യും ഒരു 3/3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 2/3 മെട്രിക്സ്. മൾട്ടിപ്ലിക്കേഷൻ കിട്ടിയോ? ഇതാണ് മൾട്ടിപ്ലിക്കേഷന്റെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ രീതി. ഓക്കെ ആണല്ലോ. നമുക്ക് ഒരു എക്സാമ്പിളോടെ നോക്കാം. ഒരു എക്സാമ്പിളോടെ നോക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാര്യങ്ങൾ കൃത്യമാകും. മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക്
ഡിഫറെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ റൂൾ നിങ്ങൾ വൃത്തിയായിട്ട് അത് ചെയ്ത് ശീലിച്ചാലേ മനസ്സിലാവും. കുറെ ചെയ്ത് ശീലിക്കുമ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പുകളൊക്കെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ചിലർ ഇവിടുന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വരും, എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരും. ചില കുട്ടികൾ കാൽക്കുലേഷൻ കുറച്ചുകൂടെ സ്കില്ല് കൂടിയ കുട്ടികൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ഡയറക്റ്റ് ഇത് എഴുതുന്നവരുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ എത്രത്തോളം ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നോ ചെയ്ത് ആ ശീലം വരികയാണെങ്കിൽ കാൽക്കുലേഷൻ സ്കില്ല് നിങ്ങൾക്ക് കൂടുന്ന അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റെപ്പുകൾ കുറയും. അപ്പൊ അത്രയും നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് മറ്റൊരു എക്സാമ്പിളോടെ നോക്കാം. അടുത്ത എക്സാമ്പിൾ ഞാൻ വേറെ ഓർഡർ ഉള്ള രണ്ട് മെട്രിക്സ് എഴുതുക. അപ്പൊ ഞാനിപ്പം എ എന്ന് പറയുന്ന മെട്രിക്സ് ഞാനിപ്പോ 1 0 3 2 1 5 എയുടെ ഓർഡർ എന്താ 2/3 എടുത്തു. ബി ഒരു ഓർഡർ മറ്റൊരു മെട്രിക്സ് എടുത്തു 1 2 5 7 0 8. വെറുതെ കുറെ നമ്പേഴ്സ് വെറുതെ ചൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഇതിന്റെ ഓർഡർ എത്രയാ? 3 rows 2 columns 3/2. നോക്കി, ഒരു 2/3 ഒരു 3/2 കൂടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ? ആണ്. കാര്യം ഇവിടുത്തെ നമ്പർ ഓഫ് കോളം ഇവിടുത്തെ നമ്പർ ഓഫ് റോസിന് ഈക്വൽ ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞ പ്രകാരം ഏത് ഓർഡറാണ് കിട്ടേണ്ടത്? ശരിക്കും 2/2 ഓർഡർ കിട്ടണം. ഓക്കെ ആണല്ലോ. അത് കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തതിന്റെ കൂട്ട മൾട്ടിപ്ലിക്കേഷൻ ഡയറക്റ്റ് എല്ലാ സ്റ്റെപ്പ് എഴുതി തന്നെ നമുക്ക് ചെയ്യാം. എ ബി ചെയ്യുന്നു 1. ഓക്കെ, ഈ കേസിൽ വേറെ ഗുണമുണ്ട്. ഇവിടെ എ ബി ചെയ്യാൻ പറ്റും, തിരിച്ച് ബി എയും ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, ചില കേസുകളിൽ എ ബി ചെയ്യാം, തിരിച്ച് ബി എ ചെയ്യാം. ഓർഡർ ഒക്കെ ഡിഫറെന്റ് ആണ്. എന്നിട്ടും നമുക്ക് എന്ത് ചെയ്യാം? എ ബി ബി എയും പോസിബിൾ ആണ്. പക്ഷെ എല്ലാ കേസിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ജനറൽ കണ്ടീഷൻ ആയിട്ട് അത് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ എ ബിയും ബി എയും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. കിട്ടുന്ന ഓർഡർ വ്യത്യാസം, രണ്ട് ഓർഡർ ആയിരിക്കും. എ ബി ചെയ്യുമ്പോൾ 2/2 ഓർഡർ, ബി എ ചെയ്യുമ്പോൾ 3/3 ഓർഡർ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ നോക്കി, നമ്മുടെ ഈ മെട്രിക്സ് എഴുതുന്നു 1 0 3 2 1 5 then 1 2 5 7 0 8. മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം പറഞ്ഞേ 1 into 1 plus 0 into 5 plus 3 into 0. ഓക്കെ ആണോ? അടുത്ത ഫസ്റ്റ് റോ സെക്കൻഡ് കോളം 1 into 2 plus 0 into 7 plus 3 into 8. ഇനി ഫസ്റ്റ് റോ കൊണ്ട് ചെയ്യാൻ വേണ്ടി വേറെ കോളം ഇല്ല, അതുകൊണ്ട് അത് അപ്പോൾ അവസാനിച്ചു. അടുത്തതോ 2 into 1, അടുത്ത സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം 2 into 1 plus 1 into 5 plus 5 into 0. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിക്കോളാം, എപ്പോഴും കറസ്പോണ്ടിങ് എലമെന്റ്സ് റോയിലെ ഫസ്റ്റ് എലമെന്റും കോളത്തിലെ ഫസ്റ്റ് എലമെന്റ്, റോയിലെ സെക്കൻഡ് എലമെന്റ് കോളത്തിലെ സെക്കൻഡ് എലമെന്റ്, റോയിലെ തേർഡ് കോളത്തിലെ തേർഡ്, അങ്ങനെ ചെയ്യാം എപ്പോഴായി. ഓക്കെ, അടുത്തതാണെങ്കിൽ 2 into 2 plus 1 into 7 plus 5 into 8. മൾട്ടിപ്ലൈ ചെയ്യുന്നു, ശേഷം ആഡ് ചെയ്തു. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? 1 plus 0 plus 0. then ഇവിടെയാണെങ്കിലോ 2 plus 0 plus 24. then ഇവിടെ 2 plus 5 plus 2 plus 5 plus 0 അല്ലേ? ഓക്കെ, ഇവിടെയാണെങ്കിൽ 2 plus 7 plus 40. ഓക്കെ ആണോ? എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു 1 24 26 then 7 ഇവിടെയാണെങ്കിൽ 47 51. ഓക്കെ ആണല്ലോ? 1 26 7 51 എന്ന് നമുക്ക് ആൻസർ കിട്ടും. പിടികിട്ടുന്നുണ്ടോ? ഇതാണ് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളം രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസിന് ഈക്വൽ ആയിരിക്കും. ഒരു m/n-ഉം m/p-യും ഒരു p/n-ഉം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ m/n ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഒരു ഫസ്റ്റ് മെട്രിക്സിലെ റോയും സെക്കൻഡ് മെട്രിക്സിലെ കോളം കൂടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ എടുത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യുക. ചെയ്തിട്ട് ഈ ഒരു സെക്ഷൻ നമുക്ക് ക്ലിയർ ചെയ്യണം. ഓക്കെ ആണല്ലോ? ഓക്കെ, താങ്ക് യു.